ഹലോ ഡിയേഴ്സ്, ആയിരം ഫാഷൻ കോർണറിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തമ്പനയിൽ കണ്ടതുപോലെ പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ലാതെ നമ്മുടെ സ്വന്തം അളവിൽ നമുക്ക് എങ്ങനെ ഒരു പാൻറ്റ് ഏറ്റവും സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അളവ് പാൻറ്റ് തന്നെയാണ് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഏകദേശം സിഗരറ്റ് പാൻറ്റിൻ്റെ ഒരു മോഡലാണ് കേട്ടോ. മേലെ ഫുള്ള് എലാസ്റ്റിക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ അതിൻ്റെ മോഡൽ എങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് ഞാനൊന്ന് മടക്കി ഇട്ടിരിക്കുന്നത്. ശേഷം ഇതിൻ്റെ ഫുൾ ലെങ്ത്തും നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴെ കട്ടിംഗ് ഒന്നും ഇല്ലാത്തൊരു പാൻറ്റാണ് കേട്ടോ. ഒരു 2 ഇഞ്ച് വീതിയിലാണ് നമ്മൾ അതിൻ്റെ ഒരു ബാൻഡ്, താഴത്തെ ബാൻഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് നമ്മൾ ബാൻഡ് കൊടുക്കാനായിട്ട് എക്സ്ട്രാ ഒരു 4 ഇഞ്ച് താഴേക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട്. താഴെ കാണുന്ന രീതിയിൽ സെൽവെഡ്ജൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കി കളയാം. ഓക്കെ, ആ 4 ഇഞ്ച് നമുക്ക് ആ ബാൻഡ് അങ്ങനെ മടക്കി അടിക്കാൻ വേണ്ടി ആവശ്യമായത് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നതാണ്. സൈഡിലേക്ക് ഒരു 1 ഇഞ്ച് സീം അലവൻസാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യാനുസരണം കൊടുക്കാം. സാധാരണ പാൻറ്റിന് ഒരു 1 ഇഞ്ചൊക്കെയാണ് കൊടുക്കാറുള്ളത്. ഓക്കെ, ഇനി ആ ഒരു ക്രോച്ച് ഉണ്ടല്ലോ, ക്രോച്ച് എന്നാണ് ആ 4 കൂടി വരുന്ന ഒരു പോർഷനെ പറയുന്നത്. അതിൻ്റെ ആ ഒരു വിട്ട് എത്രത്തോളം എടുക്കണം എന്നാണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് മാർക്ക് ചെയ്ത് കൊടുത്തതിൽ നിന്നാണ് 1 ഇഞ്ച് നമ്മൾ അപ്പുറത്തേക്ക് സീം അലവൻസ് ഇട്ടിരിക്കുന്നത്. മേലത്തെ ഫുൾ ലെങ്ത്ത് നമ്മളൊന്ന് അവിടെ ലൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇത്രയും നമ്മൾ കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം ആ ക്രോച്ചിൻ്റെ ഒരു ലൈൻ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നല്ലോ, അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് നമ്മൾ ബാക്കിലോട്ട് മാർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ലൈൻ മേലേക്കുള്ള ലൈനായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു പോർഷൻ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മളവിടെ ആ ക്രോച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ പോയിന്റിൽ നിന്ന് അപ്പുറേക്ക് നമ്മൾ 1 ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആ സീം അലവൻസിൽ നിന്ന് നമ്മൾ 2 ഇഞ്ച് ബാക്കിലോട്ട് എടുത്തിട്ടാണ് ഈ ഒരു ഷേപ്പ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യാനുസരണം ലൂസ് അവിടെ ഇട്ടതിന് ശേഷം വേണം കേട്ടോ ആ ഒരു ക്രോച്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ടൈറ്റ് ഇല്ലാതെ അത്യാവശ്യം നല്ല ലൂസിൽ തന്നെ ചെയ്തെടുക്കാവുന്ന രീതിയിൽ നിങ്ങൾ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് കൃത്യമായി അവിടെ പിടിച്ചു കൊടുത്തിട്ട് അളവ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസ് കണക്കാക്കി അവിടെ ഇട്ടേക്കണേ. ഇനി നമ്മൾ കട്ട് ചെയ്യാനാണ് പോകുന്നത്. ഇപ്പോൾ താഴേക്കുള്ള ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് വിസ്തരിച്ച് വരച്ച് കൊടുക്കുക. ഈ കാണുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്ന ആ ലൈനിൽ തന്നെ വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഏറ്റവും താഴെ നിന്നുള്ള ആ ഒരു ലൈനിൽ കൂടെ ഞാൻ കട്ട് ചെയ്ത് മേലേക്കുള്ള പോർഷനാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ഈ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് ക്രോച്ച് വരയ്ക്കുള്ള ആ ഒരു ലെങ്ത്ത്, അതിൻ്റെ സെൻറ്റർ കണക്കാക്കി 1 ഇഞ്ച് ഞാൻ ഉള്ളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ദാ ഞാൻ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന ആ ഒരു പോയിൻ്റ് അവിടെ നിന്ന് മേലേക്ക് പോകുന്തോറും ഇതാ കണ്ട ഈ രീതിയിൽ 1 ഇഞ്ചൊന്ന് ബാക്കിലോട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കർവ് ഷേപ്പ് പോലെ ചെറുതായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ഈ ക്രോച്ചിൻ്റെ ആ ഒരു പോയിന്റിൽ നിന്ന് ഒന്ന് കർവ് ചെയ്തെടുത്ത് പിന്നെ താഴേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം വരച്ച ഒരു ലൈനിലേക്ക് തന്നെ ജോയിൻ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വരച്ച് എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ കർവ് സ്കെയിൽ വെച്ചിട്ട് ഈ കാണുന്ന രീതിയിൽ ഒന്ന് നിങ്ങൾ വരച്ച് കൊടുക്കുക. ഇല്ല, കർവ് സ്കെയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് ഫ്രീ ഹാൻഡായിട്ട് തന്നെ ആ ഒരു ഷേപ്പ് വരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എവിടെ നിന്ന് നമ്മൾ വരച്ച് തുടങ്ങിയെന്നും എവിടേക്കാണ് കൊണ്ടുവന്ന് അവസാനിപ്പിക്കണമെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇനി മേലത്തെ ഒരു ബാൻഡിനുള്ള ഒരു പീസാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 1.5 ഇഞ്ച് വീതിയാണ് ആ ബാൻഡിന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് പ്ലസ് ഒരു 1/2 ഇഞ്ചും കൂടി ഞാൻ അവിടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ 2 ഇഞ്ചിലാണ് ആ ഒരു ബാൻഡിനുള്ളൊരു പീസായിട്ട് ഞാനവിടെ വരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഫുൾ ലെങ്ത്തിൽ നമ്മൾ മേലെ ഒരു ലൈൻ കൊടുത്തിരുന്നല്ലോ, അത് കഴിഞ്ഞ് മേലേക്കൊരു 2 ഇഞ്ചിലും കൂടി ഒരു ലൈൻ കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഔട്ടറിൽ കാണിച്ചിരിക്കുന്ന ആ ലൈനിൽ കൂടെ കൃത്യമായി കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ താഴെ ഒരു 4 ഇഞ്ച് എടുത്തിരുന്നല്ലോ, ആ 4 ഇഞ്ചിനെ ഫോൾഡ് ചെയ്യുന്ന രീതിയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. 2 ഇഞ്ചിലൊരു മടക്ക് കൊടുത്തു, അത് കഴിഞ്ഞ് വീണ്ടും 2 ഇഞ്ചിലൊരു മടക്കും കൂടി കൊടുത്ത് ഈ കാണുന്ന രീതിയിൽ ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ താഴത്തെ ബാൻഡിൻ്റെ പണി നമുക്ക് തീർന്നു കേട്ടോ. നമ്മളൊരൊറ്റ പീസ് തുണിയിലാണ് ഈ പാൻറ്റിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ക്ലിയർ ആവുന്നുണ്ടല്ലോ, ബാൻഡൊന്നും എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ താഴത്തെ ആ ബാൻഡിന് നമുക്ക് ചെറിയ രീതിയിൽ ഒരു ഡിസൈൻ കൊടുക്കാം. ഒരു 6 ആക്ക് ഡിസൈനാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് ഗ്യാപ്പിൽ 2 സൈഡിലോട്ടും ഇപ്പോൾ ഈ കാണിക്കുന്ന രീതി ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കൂ. ആ രീതിയിൽ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്.
1.5 ഇഞ്ച് ഗ്യാപ്പിൽ താഴോട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ പിന്നത്തെ 1.5 ഇഞ്ച് ഗ്യാപ്പിൽ മേലോട്ട് ഒരു ലൈനാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഈ കാണിക്കുന്ന രീതിയിൽ നമ്മൾ സിക്സാഗായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. വേറൊന്നുമല്ല, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നതെന്ന് ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇതിന് പകരം വേറെ എന്തെങ്കിലും ഡിസൈൻ അവിടെ കൊടുക്കണമെന്ന് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ചിലപ്പോൾ ചിലർ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കുറേ സ്റ്റിച്ചസ് കൊടുത്ത് ഭംഗിയാക്കി എടുക്കുന്നവരൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അതിന് പകരം വേറെ എന്തെങ്കിലും ബാൻഡ് എക്സ്ട്രാ കൊടുക്കുകയും എന്ത് വേണമെങ്കിലും നമുക്ക് ആ താഴത്തെ പോർഷൻ ചെയ്തെടുക്കാം. ഇത് ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ഒട്ടും തന്നെ തയ്യലറിയാത്തവർക്ക് എങ്ങനെ ഏറ്റവും ഭംഗിയായിട്ട് പാൻറ് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു സിക്സാഗ് നമ്മളവിടെ കൊടുത്തെടുത്തിട്ടുണ്ടേ. അപ്പോൾ അത്രയും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഞാൻ 2 പീസിനെയും ഒന്നിച്ച് വെച്ചെന്ന് കാണിക്കുകയാണ്. ഇപ്പോൾ 2 പാൻറ്റിൻ്റെയും പീസിനെ ആ താഴത്തെ പോർഷൻ ഒന്നിച്ച് വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. 2 പീസ് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി മേലോട്ട് പോവുകയാണ്. നമ്മൾ മേലത്തെ ഒരു പോർഷനാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ അതിനെ വിരിച്ചിട്ടിരിക്കുന്ന മെറ്റീരിയലിനെ. ഓക്കെ, ഇനി ഇവിടെ ചെയ്യേണ്ട കുറച്ച് പരിപാടികളൊക്കെ ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, ഇനി ഈ കാണിക്കുന്ന രീതിയിൽ 2 പീസ് നമുക്ക് അവിടെ ഉണ്ടല്ലോ, അത് ഈ കാണിക്കുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഈ സൈഡിൽ ഞാനിപ്പോൾ കാണിക്കുന്ന ആ ഒരു സൈഡിൽ ക്രോച്ച് ലെങ്ത്ത് വരെ നമ്മളൊന്ന് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. 2 സ്റ്റിച്ച് അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പുറ സൈഡ് നമ്മൾ 1/2 ഇഞ്ചിലും 1/4 ഇഞ്ചിലായിട്ട് 2 സ്റ്റിച്ച് അവിടെ കൊടുത്ത് ഈ കാണിക്കുന്ന രീതിയിലൊന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടം വരയ്ക്കുള്ള പണി അവിടെ തീർന്നു. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ്, നമുക്ക് ഫ്രണ്ട് വരുമ്പോൾ ഫ്രണ്ടിൽ ആ സ്റ്റിച്ചിങ്ങിൻ്റെ പോർഷൻ വരുമ്പോൾ ജസ്റ്റ് ഒന്നൊരു 1 ഇഞ്ച് താഴേക്ക് എടുത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ കാണിക്കുന്ന രീതിയിലൊന്ന് വരച്ചെടുക്കണം കേട്ടോ. നമ്മൾ സെൻറ്ററിൽ ആ വീനോച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് നമ്മൾ ഒരു സൈഡിലോട്ട് മാത്രമാണ് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുന്നത്. 1 ഇഞ്ച് ഗ്യാപ്പ് താഴേക്ക് കൊടുത്തിട്ട് അത് നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്ത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇടാനായിട്ടും കുറച്ചും കൂടി നല്ലതായിരിക്കും, കുറച്ച് ഫിറ്റിംഗ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫ്രണ്ടും ബാക്കും ക്ലിയർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായല്ലോ ഞാൻ ഇത്രയും ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ആ വരച്ചെടുത്തതിനെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. 1/2 ഇഞ്ചിൽ ഈ കാണിക്കുന്ന രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ 1.5 ഇഞ്ചിലേക്കാണ് കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ 1.5യും 1.5യും 3 അപ്പോൾ നമ്മൾ മടക്ക് നമ്മൾ വെക്കുന്ന ഒരു പോർഷൻ 3 ഇഞ്ചിലേക്കാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 3 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്ത് ഈ കാണുന്ന രീതിയിലൊന്ന് ആ പീസിന് വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 1.5 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ആ ഒരു ഹോൾ അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ കൂടിയാണ് നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഫുൾ റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മൾ ആ ഫിനിഷിങ്ങിൽ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം നിർത്താനായിട്ട്. അതിൻ്റെ ഉള്ളിലൂടെ വേണം നമുക്ക് എലാസ്റ്റിക് കയറ്റി കൊടുക്കാനായിട്ട്. അപ്പോൾ 1.5 ഇഞ്ച് ഗ്യാപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 1.25 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു എലാസ്റ്റിക് നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ കാണുന്ന രീതിയിൽ ഒന്ന് എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കവിടെ ഉറപ്പായിട്ട് കിട്ടും. എന്നിട്ട് ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് വിട്ട് കൊടുക്കാം. ശേഷം ഒന്ന് ആ എലാസ്റ്റിക്കിനൊന്ന് വലിച്ച് മെറ്റീരിയലുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ ആ എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ആ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. ആ ഒരു ഗ്യാപ്പ് നമ്മൾ മൂടിയെടുക്കുകയാണ്. ഓക്കെ, അത് മൂടി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അതിനെ ഒന്ന് വലിച്ച് എല്ലായിടത്തേക്കും ഈവണായിട്ട് എലാസ്റ്റിക്കും മെറ്റീരിയലും എല്ലാം വരുന്ന രീതിയിൽ നമ്മളൊന്ന് വലിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് നമ്മൾ വലിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തേക്കും ഒരേപോലെ തന്നെ നമുക്ക് എലാസ്റ്റിക്കും മെറ്റീരിയലുമായിട്ട് സെറ്റാവുന്ന രീതിയിൽ നമ്മൾ വലിച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊന്നിങ്ങനെ വെച്ച് കൊടുത്ത് സൂചി ഒന്ന് അവിടെ കുത്തി നിർത്തിയതിന് ശേഷം മെറ്റീരിയൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ എലാസ്റ്റിക് ബാൻഡ് ഉണ്ടല്ലോ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ഈ കാണുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറേശ്ശെ പോർഷനായിട്ട് നമ്മൾ ഈ കാണുന്ന രീതിയിൽ വലിച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോഴാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫൈനൽ വരുമ്പോഴത്തേനും നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം എവിടെ നിന്ന്
തുടങ്ങിയോ അവിടെ തന്നെ കൊണ്ടുവന്ന് നമ്മൾ നിർത്തുക, സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുകയാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് പോർഷൻ വരുന്നത്. ഇപ്പോൾ ബാൻഡ് പോർഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് താഴേക്ക് കാലൊന്ന് ജോയിൻ ചെയ്യണത് കൂടി ഒന്ന് നോക്കണേ. അപ്പോൾ ഭംഗിയായി തന്നെ കിട്ടിയിട്ടില്ലേ എലാസ്റ്റിക് നമുക്ക്. ഇനിയിപ്പോൾ നമ്മൾ താഴേക്ക് പോവാണ്. ആ ഒരു കാല് രണ്ടും ഈ കാണുന്ന രീതിയിൽ ഒന്ന് എടുത്ത് പിടിച്ച് നമ്മൾ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് രണ്ട് കാലും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണേ. കൃത്യമായിട്ട് നമ്മളതൊന്ന് പിടിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു 4 ഇഞ്ച് ഗ്യാപ്പിലാണ് ഞാനവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. 4 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു പീസ് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇനി ഇവിടെ ഈ ജോയിൻറ്റ് വരുന്ന ആ പോർഷനിൽ 2 സൈഡിലേക്കുമായിട്ട് നമ്മൾ ആ ഒരു പീസിനെ ഇട്ട് കൊടുക്കുക. ഒരു സൈഡിലെ പീസ് ഒരു സൈഡിലേക്കും മറ്റേ പോർഷനിൽ വരുന്നത് അപ്പുറേ സൈഡിലേക്കുമായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. കട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ ഒരു ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് തോന്നുമല്ലോ എല്ലാം കൂടി ഒന്നിച്ച് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇപ്പുറത്തെ കാലിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തുമ്പും കൂടി സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആ എക്സ്ട്രാ വരുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ അത് നമ്മൾ ആ തുമ്പിലുള്ളത് ഒന്ന് റിമൂവ് ചെയ്ത് കളയണേ. ഇനി നമ്മൾ എത്രയാണോ അവിടെ സീം അലവൻസ് ഇട്ടേക്കുന്നത്, ഞാനവിടെ 1 ഇഞ്ചായിരുന്നു സീം അലവൻസ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ 1 ഇഞ്ച് സീം അലവൻസ് ഇട്ടേക്കുന്ന ആ ഒരു ഗ്യാപ്പ് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കൃത്യമായി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ 1 ഇഞ്ച് ഗ്യാപ്പിൽ ഫുള്ള് 2 കാലിൻ്റെയും സൈഡ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. ഈ ഒരു സ്റ്റിച്ച് ഇവിടെയെല്ലാം നമ്മൾ 1 ഇഞ്ച് ഗ്യാപ്പിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ക്രോച്ചിൻ്റെ സൈഡിലേക്ക് ഇവിടേക്ക് എത്തുമ്പോൾ ഉണ്ടല്ലോ അത് നമ്മളൊന്ന് കുറച്ചൊരു 1/2 ഇഞ്ച് ഗ്യാപ്പിലോട്ടാക്കി എടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ പിന്നെയും നമ്മൾ ആ 1 ഇഞ്ചിലേക്ക് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്ത് ആ കാലിൻ്റെ അങ്ങേയറ്റം വരയ്ക്കും ആ 1 ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. പറഞ്ഞിരിക്കുന്ന നേരം കൊണ്ട് തന്നെ നമ്മുടെ പാൻറ്റ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്തായാലും ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും ബായ്.